വിഷ്ണു ഇപ്പോൾ അമേഠിയിൽ നിന്ന് നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. തത്സമയം നമ്മൾക്കൊപ്പം ചേരുകയാണ്. വിഷ്ണു, വിഷ്ണു, ഇങ്ങനെയുണ്ട് അമേഠിയിലെ തെരഞ്ഞെടുപ്പ് രംഗം? നാളെ തീരുകയാണല്ലോ പ്രചാരണം. നേതാക്കളൊക്കെ അവിടെ ഉണ്ടല്ലേ? ശരത്ത്, തീർച്ചയായിട്ടും അമേഠിയിലും റായ്ബറേലിയിലുമൊക്കെ തന്നെ നാളെ പരസ്യപ്രചരണം അവസാനിക്കുകയാണ്. എന്തായാലും എല്ലാ പ്രമുഖ നേതാക്കളും അവസാനവട്ട പ്രചരണത്തിന് വേണ്ടി ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ വലിയ തലത്തിൽ പ്രചരണത്തിന് വേണ്ടി എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് തന്നെ അമേഠി മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി, അതോടൊപ്പം തന്നെ അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ളവർ പ്രചരണത്തിന് വേണ്ടി എത്തുന്നു. അമിത്ഷാ ഈ ഒരു പ്രചരണ വേദിയിലേക്ക് എത്തുന്ന സാഹചര്യം NDAക്ക് ഉണ്ടാകുന്നു. അത്തരത്തിൽ വളരെ ശക്തമായിട്ടൊരു പോരാട്ടം തന്നെയാണ് അമേഠിയിലും റായ്ബറേലിയിലും നമുക്ക് കാണാൻ കഴിയുന്നത്. നാളെ അവസാന ദിവസമായ നാളെയും രാഹുൽ ഗാന്ധിയുടെ ഒരു റോഡ് ഷോ റായ്ബറേലി മണ്ഡലത്തിൽ നടക്കുന്നുണ്ട്. അത് ഉച്ചയ്ക്ക് 1:30 കൂടിയാണ് റായ്ബറേലി മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ നടക്കുന്നത്. അതോടൊപ്പം അമിത്ഷാ ഇന്നപ്പോൾ ഈ ഉത്തർപ്രദേശിൽ പ്രചരണത്തിനുണ്ടായിരുന്നു. നാളെ അമേഠി മണ്ഡലത്തിലേക്ക് അമിത്ഷാ എത്തുന്നുണ്ട്. ആ അമിത്ഷാ നാളെ വലിയൊരു റോഡ് ഷോയാണ്, സ്മൃതി ഇറാനിയുമായി ചേർന്ന് വലിയ ഒരു റോഡ് ഷോ നാളെ അമിത്ഷായുടെ ഭാഗത്തുനിന്നും അമേഠി മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും എല്ലാ പ്രമുഖ നേതാക്കളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം എത്തിക്കൊണ്ടാണ് ഉത്തർപ്രദേശിൽ ഈ ഒരു 5ാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം ഒരു കൊഴുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് തന്നെ പലതരത്തിലുള്ള പ്രത്യാരോപണങ്ങൾ നമുക്ക് ഉത്തർപ്രദേശിൽ കാണാൻ കഴിയും. ഈ മണ്ഡലങ്ങളിലെ ഒരു തെരഞ്ഞെടുപ്പ് ചൂടെങ്ങനെയുണ്ട് വിഷ്ണു? ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ഈ സന്ധ്യയിൽ, ഈ രാത്രിയിൽ വിഷ്ണു നിൽക്കുന്ന അമേഠിയിൽ ഏറ്റവും തിരക്ക് പിടിച്ചൊരു സ്ഥലത്താണ്. എങ്ങനെയുണ്ട്? ജനങ്ങളെ എത്രമാത്രം ഇത് ഏശുന്നു? പ്രചാരണ രംഗം സജീവമാണോ? നാളെ പരസ്യപ്രചാരണം തീരാൻ പോവുകയാണല്ലോ. ശരത്ത്, തീർച്ചയായിട്ടും ഇവിടെയൊക്കെ തന്നെ പ്രചരണ രംഗം വളരെ സജീവമായി തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് ഈ അമേഠി മണ്ഡലത്തിൽ ഇത്തവണ സ്മൃതി ഇറാനിക്കെതിരെ ഒരു ആൻറ്റി ഇൻകംബൻസി നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് ഇവിടെയുള്ള ആളുകളുമായിട്ടൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ ഒരു മാറ്റമുണ്ടാകും എന്നതാണ് ഇവിടുത്തെ ആളുകൾ നമ്മളോട് പറയുന്നത്. പ്രത്യേകിച്ച് സ്മൃതി ഇറാനിക്ക് എതിരെ മത്സരിക്കുന്ന KL ശർമ്മ, അദ്ദേഹം വർഷങ്ങളായി ഈ മണ്ഡലവുമായി ബന്ധമുള്ള വലിയ ഒരു നേതാവ് തന്നെയാണ്. അപ്പോൾ KL ശർമ്മയ്ക്ക് ഒരു പക്ഷേ വിജയത്തിലേക്ക് എത്താൻ കഴിയും എന്നുള്ള ചില സൂചനകൾ നമുക്ക് ഈ അമേഠി മണ്ഡലത്തിൽ നിന്ന് ജനങ്ങളുമായി സംസാരിക്കുമ്പോൾ ലഭിക്കുന്നുണ്ട്. ശരത്, ശരി. അപ്പോൾ അമേഠിയിൽ നിന്നാണ് വിഷ്ണു ഇപ്പോൾ ഈ വിശദാംശങ്ങൾ തത്സമയം നമ്മളുമായി ഇലക്ഷൻ ഇന്ത്യയുമായി പങ്കുവച്ചത്. KL ശർമ്മ വളരെ ശക്തനായ സ്ഥാനാർത്ഥിയായി അവിടെ നിൽക്കുന്നു. രാഹുൽ ഗാന്ധി തോറ്റ അമേഠിയിൽ KL ശർമ്മ ആ മണ്ഡലം മുന്നണിക്കായി തിരിച്ചുപിടിക്കുമോ എന്നുള്ളതാണ്. സ്മൃതി ഇറാനിക്കെതിരെ ഭരണവിരുദ്ധ വികാരം മണ്ഡലത്തിൽ പ്രകടമാണ് എന്നുള്ളതാണ്. കേവലം 55,000 വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ സ്മൃതി ഇറാനി അവിടെ ജയിച്ചത്.